ഹായ്. വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഭക്തി എന്നത് ഒരു ഭക്ഷണം പോലെയാണ്. നമുക്ക് ആവശ്യത്തിന് കിട്ടിയ ഓക്കെ, അധികമായ ദഹനക്കേട് വരും. ടി വി തുറന്നാലും ഫോണ് തുറന്നാലും സ്വർണം, ചെമ്പ്, ഇരുമ്പ്, പിത്തള. എന്റെ പൊന്നു തമ്പുരാനെ, ഈ വിജയ് മല്യക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സ്വർണ്ണപ്പാള കെട്ടേണ്ട പൈസ ഇങ്ങേർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങേര് സ്വന്തം കടം തീർത്ത് വല്ല പൊള്ളാച്ചിയിലോ തൂത്തുക്കുടിയിലോ ഒരു 10 ഏക്കർ സ്ഥലവും വാങ്ങി വല്ല വെങ്കായോ തക്കാളിയോ ഒക്കെ കൃഷി ചെയ്ത് കുറച്ച് സമാധാനത്തോടു കൂടി ജീവിച്ചൂടായിരുന്നോ? ഇതിപ്പോ അങ്ങേർക്കും സമാധാനം ഇല്ല, സാക്ഷാൽ അയ്യപ്പന് സമാധാനം ഇല്ല, ടി വി തുറന്നാ നമുക്കും സമാധാനം ഇല്ല. ഈ ഭക്തി ഇപ്പോ ഭരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്നവൻ ആരാണോ അവനാണ് തികഞ്ഞ ഭക്തൻ, അല്ലേ? അത് ശരിയാണല്ലോ. തത്വമസി എന്നല്ലേ, അത് നീയാകുന്നു. അപ്പം അയ്യന്റെ മുതല് നമുക്കും സ്വന്തമാക്കാം. നമ്മുടെ സ്വന്തം മുതൽ എടുക്കാം, ഒരയ്ക്കാം, തിരിക്കാം, മറിക്കാം. അപ്പം ശരി തന്നെയാണ്. ഇപ്പൊ കണ്ട കോളിന് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. അവിടെ നിന്ന് അടിച്ചു മാറ്റണു, ഇവിടെ നിന്ന് മാറ്റിയടിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്താ സ്ഥിതി? പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് അങ്ങ് നിയമസഭയിലേക്ക്. തിരുവാഭരണം കണ്ടപ്പോൾ കണ്ണിനൊരു തിളക്കം, ഒരച്ചു നോക്കിയപ്പോൾ തലയ്ക്കൊരു കറക്കം. ദേവസ്വം ബോർഡിന്റെ അവസ്ഥ കഷ്ടം, കാണിക്കവഞ്ചി തുറന്നപ്പോൾ നഷ്ടം. പക്ഷേ ഭഗവാന് മാത്രം ഇപ്പോഴും നമ്മളോടൊരിഷ്ടം. രജിസ്റ്റർ ബുക്കിൽ സ്വർണ്ണപ്പാളി എഴുതിയപ്പോൾ ഇത്തിരി അക്ഷരം മാറിപ്പോയി ചെമ്പുപാളി നായിപ്പോയി. അതിനുണ്ടാക്കിയ ഒരു പുകിലേ. അല്ലേലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ചെമ്പിലും ദൈവത്തിന് ഇരിക്കാം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 10 പേർക്ക് ഷെയർ ചെയ്താൽ അടുത്ത പ്രാവശ്യം സ്വർണ്ണപ്പാളി ഒരച്ച് മാറ്റാൻ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലും കുറച്ച് സമയം പൂജ വയ്ക്കാനുള്ള ഒരു അവസരം കിട്ടും. അഥവാ ഇത് ശരിയല്ല എന്നും പറഞ്ഞ് നിങ്ങൾ നിരസിച്ചു പോയാൽ അങ്ങനെ നിരസിച്ച 10 പേർക്ക് പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം അവരുടെ സ്വർണം ചെമ്പായി എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, തട്ടിക്കോ. അല്ലെങ്കിലും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്നാണല്ലോ. നമ്മളൊക്കെ നമ്മുടെ ഇരുമുടി കെട്ടേന്തി ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോൾ അവിടെ ഉള്ളതെല്ലാം കൂടെ അടിച്ചു പറക്കി ചാക്കി കെട്ടി അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വല്ല ബാംഗ്ലൂരിലോ ചെന്നൈയിലോ കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ക്ഷീണം മാറ്റാൻ ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്നും പറഞ്ഞുകൊണ്ട് 1-2 വീട്ടിൽ പൂജ വയ്ക്കും. അതിന് ഇങ്ങനെയൊക്കെ പറയാമോ? ഭക്തി എന്നത് ഒരു കവചമാണ്. എന്ത് തെണ്ടിത്തരവും കാണിച്ചിട്ട് ഒരു 10 പേർക്ക് വീട് വെച്ചു കൊടുത്ത് ഒരു 10 പേരുടെ കല്യാണം നടത്തി കുറച്ചു പേർക്ക് അന്നദാനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കർത്താവ് നോക്കിക്കോളും എന്ന് വിചാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പുള്ളി പഴയ ചാട്ടവാറ് കളഞ്ഞിട്ടില്ല. സഖി കിടമ്പം ഇരിക്കുന്നിടം കാണാതെ തൊലി ഉരിച്ച് കളഞ്ഞിട്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നിരീശ്വരവാദിയായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുമല്ലേ? ചത്താലും കൊന്നാലും ദൈവമില്ല. ദീപാരാധന കണ്ടാലും ബാങ്ക് വിളി കേട്ടാലും പള്ളിമണി അടിച്ചാലും ദൈവമില്ല. ഈ ഇല്ലാത്ത ദൈവം എപ്പോഴാണ് ഉണ്ടാവണേന്നറിയോ? വല്ല തെങ്ങിന്റെ മൂട്ടിലും ചെന്ന് നിന്ന് ഏതെങ്കിലും ഒരുത്തനെ നോക്കി വഷളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുഴുത്ത തേങ്ങ നോക്കി ഒന്ന് ഉച്ചം തലയിൽ വന്ന് വീഴണം. അപ്പൊ തന്നെ ഈ അടിവയറ്റിന്ന് ദൈവമേന്നൊരു വിളി വരും. പിന്നെ അങ്ങോട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥനയും കുമ്പസാരവും ഒക്കെ നടത്തി ബാക്കിയുള്ള കാലം അങ്ങ് കഴിയും. ഭക്തിയും ഭാഗ്യവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധമുണ്ടല്ലേ? ഉണ്ട്. ഇക്കൊല്ലത്തെ ഓണ ബമ്പർ എടുത്തിട്ട് പൂജാമുറി വെച്ച് 4 നേരം മണിയടിച്ച് ദീപാരാധന ചെയ്തിട്ട് എനിക്ക് അടിച്ചില്ലല്ലോ. ഇനി ക്രിസ്മസ് ബമ്പറിലാണ് ആകെ ഒരു പ്രതീക്ഷ. ഒരു ടിക്കറ്റ് എടുത്ത് ബൈബിളിന്റെ അകത്ത് വെച്ചിട്ട് 50 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ഒന്ന് ചൊല്ലി നോക്കാല്ലേ. ഇനി റംസാൻ ബമ്പർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഉംറയ്ക്ക് പോണ ആരെയെങ്കിലും ഒന്ന് കൊടുത്തുവിട്ട് നോക്കിയാലോ, ചിലപ്പം കിട്ടിയാലോ. ഈ ഭക്തിയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് ജ്യോതിഷമാണ്. അവനിലേക്ക് തന്നെ വിശ്വാസം ഇല്ലാതാകുമ്പോൾ നമ്മൾ ഓടിപ്പോവും ഏതെങ്കിലും ജ്യോതിഷന്മാരെ കാണാൻ. അപ്പൊ അവർ പറയും ഹോമം നിർബന്ധം. വിശ്വാസം നല്ലതാ, അത് അന്ധവിശ്വാസം ആവാതിരുന്നാ മതി. ദൈവമേ എനിക്ക് ഇന്നത് വേണം, നീ ഇന്നത് നടത്തി തരണം, അപ്പൊ ഞാൻ നിനക്ക് ഇന്നത് തരും എന്നല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. വൈകിട്ട് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പം അച്ഛ ആ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് പറയുന്ന പോലെ ഒരു നിഷ്കളങ്ക ഭക്തി പോരെ? അല്ല, എല്ലാം തികഞ്ഞ് സ്വർഗത്തിലിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മുടെ തലയ്ക്കും ചീർന്ന നാണയത്തുട്ടിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ? ഈ പണവും ഭക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഈ അടുത്ത കാലത്ത് ചില റീൽസിലൊക്കെ കണ്ടുവേ, ചില കല്യാണത്തിന് സാക്ഷാൽ തിരുപ്പതി വെങ്കടാചലപതി എന്ന് നേരിട്ട് എഴുന്നള്ളി വന്ന് അനുഗ്രഹിച്ചിട്ട് പോകുന്നത്. ഈ ദൈവങ്ങളുടെ ലിസ്റ്റിലും പണക്കാരനുണ്ട്. അതിലും നമ്പർ 1 പണക്കാരൻ ഇപ്പോഴും നമ്മുടെ പപ്പനാവൻ തന്നെയാണ്. ആ ബി നിലവറയിൽ എന്തോ പെരുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ്. സെക്കൻഡ് ചാൻസ്
തിരുപ്പതി, പിന്നെ ഓരോരുത്തർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. അല്ല, ഈ ദൈവങ്ങൾക്കും ഈ ഇടപാടൊക്കെ ഉണ്ടോ? ഒരു ഡൗട്ട്. ഇനി ഗുരുവായൂർ പോയാൽ നമ്മൾ കഷ്ടപ്പെട്ട് എത്ര നേരം വരിക്ക് നിന്നു എന്നുള്ളതല്ല, എത്ര കാശ് അധികം കൊടുത്തോ അത്രയും എളുപ്പത്തിൽ ഭഗവാനെ തൊഴുതിറങ്ങാം എന്നുള്ളതാണ്. വരിക്ക് നിൽക്കുന്നവർക്ക് അന്നും ഇന്നും സെക്യൂരിറ്റിയുടെ ഒന്നും തള്ളും മാത്രം ബാക്കി. അതിനേക്കാളും രസം രാവിലെ ഭക്തിയോടെ കുളിച്ച് റെഡിയായിട്ട് വരിക്ക് നിന്ന് ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് അവിടെ എത്തി തൊഴുത് മടങ്ങുമ്പോൾ ഉറക്കച്ചടവോടുകൂടി ബംഗാളി പാൻ മസാലയും ചവച്ച് ചവിട്ടി കുഴച്ചെടുത്ത് തരുന്ന പ്രസാദം കയ്യിൽ കിട്ടും. അത് നെറ്റിയിൽ തൊടുമ്പോഴുള്ള ഒരു മനസ്സുഖമേ. അതെന്തേ ബംഗാളിക്ക് പ്രസാദം ഉണ്ടാക്കിക്കൂടെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബംഗാളിക്കല്ലെങ്കിൽ ഏത് മലയാളി ഉണ്ടാക്കിയാലും നമുക്ക് കുഴപ്പമില്ല. ചില തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന മതക്കാർ മാത്രമേ കയറാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ രണ്ടാം കെട്ടിലുള്ളവരാണ് എന്ന് പറയുന്ന ചില ബോർഡ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് മാറ്റിയ ശുഭം. ഇത് ഒരു കൂട്ടർ മാത്രമല്ല, അങ്ങ് അമേരിക്കയിലുള്ള കറിയാച്ചനെ വിളിച്ചിട്ട് പള്ളിമേട പുതുക്കി പണിയണം, കർത്താവിന് കിടന്നപ്പോൾ ഒരു സ്ഥലക്കുറവ്, അതുകൊണ്ട് പള്ളിമേട വക 2 കോടി എന്ന് പറയുന്ന വികാരി അച്ഛനും, വേറെ ചിലര് ഇങ്ങ് ദുനിയാവില് എങ്ങനെ ജീവിക്കുന്നു എന്നല്ല, അങ്ങ് ആഹിറിലെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴേ ബുക്കിംഗ് എടുത്തു വെച്ചിരിക്കുന്ന ഉസ്താദുമാർക്കും കൂടെ ചേർത്ത് പറഞ്ഞതാണ്. ഈ കണക്കൊക്കെ ഒരു നേഴ്സ് വിചാരിച്ചാൽ തീരാന്നുള്ളതേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിച്ചിങ്ങോട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് ഇപ്പുറത്തോട്ട് മാറ്റിയ 3 വെള്ളം മുങ്ങി തോമസ് കുട്ടി ആവേണ്ടവനെ അങ്ങ് പൊന്നാനി കൊണ്ടുപോയി മുഹമ്മദ് കുട്ടിയാക്കും. അതേ കൈകൊണ്ട് ഇപ്പുറത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇടുപ്പിലൊരു ചരടും കെട്ട് അരിയിൽ മൂത്രം ഒഴിച്ചിട്ട് കൃഷ്ണൻകുട്ടിയാക്കും. ദാറ്റ്സ് ഓൾ. ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു തണലാണ്. നമ്മൾ ഒരുപാട് ദൂരം മരുഭൂമിയിലൂടെ നടന്ന് തളരുമ്പോൾ അങ്ങ് ദൂരെ ഒരു മരുപ്പച്ച കാണില്ലേ, അതുപോലൊരു തണൽ. കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് നമ്മൾ ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ ഊർജവും വീണ്ടെടുത്ത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു തണൽ. വിശക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു പിടി ഭക്ഷണമായിട്ടോ, മുങ്ങിച്ചാവാൻ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു പിടി കയറായിട്ടോ, എന്തിന് കരയുമ്പോൾ സ്വന്തം കണ്ണീര് തുടയ്ക്കാനുള്ള കൈയായിട്ടോ ഒക്കെ ദൈവം നമ്മുടെ മുമ്പിൽ വരും. അല്ലാതെ ദൈവത്തിന് ഈ സ്വർണവും വെള്ളിയും ചെമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ദൈവത്തിൻ്റെ വക അടിച്ചു മാറ്റിക്കൊണ്ട് പോണവർക്ക് വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇന്ന പള്ളിയിൽ കുരിശടി വെച്ചു, പൊന്നിൻ കുരിശടി വെച്ചു, ഇവിടെ വലിയൊരു മസ്ജിദ് കെട്ടി, ഇന്ന അമ്പലത്തില് വജ്ര കിരീടം കൊടുത്തു എന്നൊക്കെ വീമ്പിളക്കുന്നവര് ഇല്ലേ, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണ്, ഞാൻ ഇത്ര കൊടുത്തു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ. നിങ്ങളുടെ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്ക്. ഒരു നേരം ആഹാരം ഇല്ലാത്തവരോ, കുറെ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരോ, എന്തിന് കേറിക്കിടക്കാട ഇല്ലാത്തവരോ, അവർക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് തന്നെ ദൈവത്തിന് ചെയ്തു കൊടുത്ത പോലെ ആവും. വേദനിക്കുമ്പോൾ ഉറക്കെ അമ്മാന്ന് വിളിക്കാനും തണൽ തന്ന് ചേർത്ത് നിർത്താൻ ഒരച്ഛനും നല്ലത് 4 അക്ഷരം പറഞ്ഞു തരാൻ ഒരു ഗുരുവും ഉണ്ടെങ്കിൽ അതിൽ പരം വലിയ ദൈവമൊന്നുമില്ല, അല്ലേ?